മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒരു മാസം 10,000 രൂപയെങ്കിലും SIP ചെയ്ത് അത് 20 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മിനിമം 1,00,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായി വീഡിയോ അവസാനം വരെയും കാണൂ. പ്രധാനമായി 2 തരം മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്, റെഗുലർ പ്ലാനും ഡയറക്റ്റ് പ്ലാനും. ഈ വീഡിയോ കാണുന്ന പലരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക റെഗുലർ പ്ലാൻ ആയിരിക്കും. കാരണം പലരും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ ബാങ്കിൽ ചെല്ലുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആയിരിക്കും എളുപ്പത്തിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. മറ്റു പലർ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തു നിന്നായിരിക്കും. ഇവരെല്ലാം സെല് ചെയ്യുന്നത് റെഗുലർ പ്ലാൻസ് ആണ്. കാരണം റെഗുലർ പ്ലാൻസ് സെല് ചെയ്താലാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റെഗുലർ പ്ലാനിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചില ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്ക് നല്ല പ്ലാൻ നോക്കി ചൂസ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വർഷം ഇത് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യാനും, പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ച് ഇതിനെ റീബാലൻസ് ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊക്കെ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ ഫണ്ടൊക്കെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ള മറ്റൊരു പ്ലാനാണ് ഡയറക്റ്റ് പ്ലാൻ. ഇതിനായി അപ്സ്റ്റോക്ക്, സറോദ, ഗ്രോ ഒക്കെ പോലത്തെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ നോക്കി ചൂസ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള വ്യത്യാസം കിടക്കുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയിലാണ്. ഇതിൻ്റെ വ്യത്യാസം ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതിൻ്റെ ഡയറക്റ്റ് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.57% ആണെങ്കിൽ ഇതിൻ്റെ റെഗുലർ പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1.57% ആണ്. അതായത് 1% എക്സ്ട്രയാണ് വരുന്നത്. ഈ 1% എന്ന് പറയുന്നത് ചെറിയൊരു കണക്കല്ല, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു 20 വർഷത്തേക്ക് നമ്മൾ ഒരു മാസം 10,000 രൂപ വെച്ചെങ്കിൽ SIP ചെയ്ത് പോവുകയാണെങ്കിൽ, അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്ത് അനുസരിച്ച് മിനിമം ഒരു 12-13% എങ്കിലും CAGR ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിപ്പോൾ ഏത് ഫണ്ടാണ് ചൂസ് ചെയ്തെങ്കിൽ പോലും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 20 വർഷം കഴിയുമ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 CR എങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 20ാമത്തെ വർഷത്തെ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് ഈ 1 CRന് 1% കട്ട് ചെയ്യുമ്പോൾ 1,00,000 രൂപയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഓരോ വർഷവും കട്ട് ചെയ്യുന്നുണ്ട്. 5ാമത്തെയും 10ാമത്തെയും 15ാമത്തെ വർഷവും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിൻ്റെ പുറത്താണ് പിന്നീട് ആ ഒരു CAGR ഗ്രോത്തിൽ കോമ്പൗണ്ടായി 20ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡയറക്റ്റ് പ്ലാനിൽ 1 CR 20 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുമെങ്കിൽ റെഗുലർ പ്ലാനിൽ വെറും ഒരു 90 ലക്ഷമൊക്കെ ഏകദേശം ഉണ്ടാവുള്ളൂ. അതായത് ഒരു 5-10 ലക്ഷം രൂപയുടെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ആ നെറ്റ് അസറ്റ് വാല്യൂവിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ തന്നെ നോക്കി ചൂസ് ചെയ്ത് SIP ചെയ്ത് തുടങ്ങൂ. ഇനി ഫണ്ട് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ ആർക്കെങ്കിലും അത്യാവശ്യം ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കാം. ഇല്ലെങ്കിൽ ചെറിയൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം ഫണ്ടുകളുടെ പേരൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വാട്സപ്പ് ചാറ്റിലേക്കുള്ള ലിങ്കും ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിക്കാം. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.